മൈൻഡ് ഗെയിം. എല്ലാ മത്സര പരീക്ഷകളും ഒരു മൈൻഡ് ഗെയിമാണ്. നന്നായി പഠിക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, നല്ല നോളജുള്ള ഒരുപാട് കുട്ടികൾ അവസാന മാസങ്ങളാകുമ്പോഴത്തേക്ക് ബാക്കിലേക്ക് പോകുന്നത്, അവസാനം റാങ്കിലേക്ക് എത്താതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ മൈൻഡ് ഗെയിമിൽ തോറ്റു പോകുന്നത് കൊണ്ടാണ്. നോക്കൂ, മത്സര പരീക്ഷകൾ, നീറ്റ്, ജെഇഇ, കീം ഏതുമാവട്ടെ, നമ്മുടെ നോളജ് മാത്രം അളക്കുന്ന പരീക്ഷകളല്ല. ഒരു പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഫോക്കസ് നിലനിർത്തുന്നു, ടൈം മാനേജ് ചെയ്യുന്നു തുടങ്ങിയവയെല്ലാം അസസ് ചെയ്യുന്ന പരീക്ഷകളാണ്. എക്സാമിനോട് അടുത്ത ഈ അവസാന മാസങ്ങളാകുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാവുമല്ലോ അല്ലേ, തലവേദന, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദന, ക്ഷീണം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് പലപ്പോഴും സ്ട്രെസ്സായിരിക്കും. ഈ സ്ട്രെസ്സ് പരിഹരിക്കപ്പെട്ടാൽ തന്നെ, നമ്മുടെ ഈ എക്സാം ആങ്സൈറ്റി പരിഹരിക്കപ്പെട്ടാൽ തന്നെ നമ്മുടെ പെർഫോമൻസ് ഒരുപാട് വർദ്ധിപ്പിക്കാനും അങ്ങനെ നമ്മുടെ റാങ്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ എക്സാം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റൻസ് ആണ്. നമ്മളിൽ പലരും നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഇടയിൽ നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് വന്നവരായിരിക്കും. ഇനി അതല്ല, മാർക്സൊക്കെ അല്പം കുറവുള്ളവരാണെങ്കിൽ പോലും ഈ ഒരു വർഷം കൊണ്ട് പഠിച്ച് നല്ല നോളജ് ഉണ്ടാക്കി ഒരു അടിപൊളി റാങ്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന ഒരു ഉറപ്പിൻ്റെ പുറത്ത് തന്നെ കോച്ചിങ്ങിന് വന്ന ആളുകളായിരിക്കും. ഇവിടെ എത്തുമ്പോഴാണ് ഈ എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ കുറേ മാനസികമായ പിരിമുറുക്കങ്ങളിലൂടെയും സ്ട്രെസ്സസിലൂടെയും ഒക്കെ കടന്നു പോകണമെന്നും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് മറിച്ച് കുറച്ചുകൂടെ ഒരു കാമായിട്ടുള്ള, കുറച്ചുകൂടെ ഒരു നമ്മുടെ എൻവയോൺമെൻറ്റ് മൊത്തം അങ്ങ് മാറണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ചിന്ത കിടക്കുന്നുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുക. നിങ്ങൾ അതിന് പകരം ചെയ്യേണ്ടത്, ലോകത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത, ഭയങ്കര സ്ട്രഗിൾസിലൂടെ കടന്നു വന്ന ആളുകളുടെയൊക്കെ ഇൻ്റർവ്യൂസ്, വീഡിയോസൊക്കെ കണ്ടു നോക്ക്. അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, യു ആർ റെഡി ടു അക്സെപ്റ്റ് ദാറ്റ്. നമ്മൾ അതിലൂടെ കടന്നുപോയി, ആ സ്ട്രഗിളിലൂടെ, ആ പെയിനിലൂടെ, ആ സഫറിങ്ങിലൂടെ കടന്നു പോകാൻ മാനസികമായി ഒരുക്കമായിരുന്നു. അതിലൂടെ കടന്നു പോകാനുള്ള ആ ഒരുക്കമായതാണ് ഞങ്ങളെ പിന്നീടുള്ള വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് അവർ പലരും പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ആദ്യത്തെ കാര്യം അതാണ്, നമ്മളിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ഇതിനെ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകാൻ നമ്മൾ മാനസികമായിട്ട് ഒരുക്കാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് നിങ്ങളുടെ ബാഡ് തോട്ട്സ് ആണ്. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന 20-25 ലക്ഷത്തോളം കുട്ടികൾക്കെല്ലാം ഉള്ള ബാഡ് തോട്ട്സ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് തോന്നുക? നമ്മൾ കുറേ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പഠിക്കാത്തതായിരിക്കും എക്സാമിന് ചോദിക്കുക. ഇനി ഭയങ്കര എക്സാം ടഫായി കഴിഞ്ഞാലോ, നമ്മളെക്കാൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ നമ്മളെ മറികടന്ന് പോയാലോ, ഇനി എക്സാമിൻ്റെ ഞാനിനി മുഴുവൻ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എക്സാമിൻ്റെ അന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ, ഇനി അതിനപ്പുറത്ത് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിച്ച് കൂട്ടാറല്ലേ മക്കളെ? അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കുക. അങ്ങനെ ചിന്തിക്കാനൊക്കെ തോന്നുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ പറയേണ്ട കാര്യം, ദീസ് ആർ മൈ തോട്ട്സ്. ഞാനിപ്പോൾ ഈ ചിന്തിക്കുന്നതല്ല, ദീസ് ആർ ജസ്റ്റ് തോട്ട്സ്. നടന്ന കാര്യങ്ങളല്ല, എൻ്റെ ചിന്തകളാണ്. ദീസ് ആർ നോട്ട് റിയാലിറ്റീസ്. ആൻഡ് വാട്ട് ഈസ് റിയാലിറ്റി? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, ഞാൻ MCQs പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ റിവൈസ് ചെയ്യുന്നുണ്ട്, എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചത് ചോദിക്കാൻ തന്നെ വലിയ സാധ്യതകൾ അവിടെയുണ്ട്. സോ ദിസ് ഈസ് മൈ റിയാലിറ്റി. ഞാൻ ഇങ്ങനെ പഠിച്ച റാങ്ക് കിട്ടും. ആ റിയാലിറ്റിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. നിങ്ങൾക്ക് ബാഡ് തോട്ട്സൊക്കെ നിങ്ങളെ വിട്ടു പോകാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി പരീക്ഷയ്ക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ ഉള്ള സമയത്ത് നമുക്ക് എത്രയോ പഠിക്കാം. ഈ അടുത്തൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചാൽ, സാറേ ഞാൻ പഠിക്കാൻ വേണ്ടിയിരിക്കും, 16 മണിക്കൂർ ബുക്കിൻ്റെ മുന്നിലിരിക്കും, ഒരു 2-3 ഹവറേ ബുക്ക് വായിക്കുന്നുള്ളൂ, ആക്ച്വലി ബാക്കി സമയം മുഴുവൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്, ടെൻഷൻ ബാഡ് തോട്ട്സ് വരികയാണ് മനസ്സിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യം അതാണ്, നമ്മളിങ്ങനെ ഇരുട്ടത്ത് നടന്നു പോകുമ്പോൾ ഒരു ഭൂതം നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ആ തോന്നൽ വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തോന്നൽ കൂടി വരിക ചെയ്യല്ലേ, നമ്മൾ ആ ഫിയറിൽ അങ്ങനെ പോകും. ഭൂതം എന്നെ പിടിക്കുമോ? നോക്ക്, ഒന്ന് പോസ് ചെയ്ത് തിരിഞ്ഞു നോക്കി, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ തീരുന്നതേ ഉള്ളൂ ഈ ഭൂതത്തിൻ്റെ പേടി. അതുപോലെയാണ് ഈ ബാഡ് തോട്ട്സ്. സോ റിമൂവ് ദാറ്റ്. ആ ബാഡ് തോട്ട്സിനെ ജസ്റ്റ് തട്ടിക്കളഞ്ഞേക്ക്. മൂന്നാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ് ആണ്.
ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഹൗസ് സർജൻസി സമയത്ത് ഞാൻ കുറച്ചൊരു സ്ട്രെസ്ഫുൾ പീരീഡിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ സൈക്കാട്രി പ്രൊഫസറായിരുന്ന രമേശ് സാറിനെ ഞാൻ കണ്ടപ്പോൾ സാർ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്, സാറിനോട് 2 കാര്യം ചോദിച്ചു. ബിലാൽ, നീ എക്സസൈസ് ചെയ്യാറുണ്ടോ? നീ രാവിലെ എണീറ്റിട്ട് മൈൻഡ്ഫുൾനെസ് ചെയ്യാറുണ്ടോ? ഈ 2 കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ഞാനന്ന് എക്സസൈസ് കുറച്ച് കാലമൊക്കെ നിർത്തി വെച്ചൊരു സമയമാണ്. സാറിനോട് പറഞ്ഞു, നീ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം വൈകിട്ട്. എക്സസൈസ് മീൻസ് നിനക്ക് സൈക്കിളില്ലേ, നീ സൈക്കിൾ എടുത്ത് കുറച്ച് കറങ്ങാൻ പോയിക്കോ, അല്ലെങ്കിൽ നീ കുറച്ച് നടക്ക്, ഒരു ഇത്തിരി ഓടുകയൊക്കെ ചെയ്യ്. രണ്ടാമത് പറഞ്ഞത്, എല്ലാ ദിവസവും നീ മോർണിംഗ് എഴുന്നേറ്റാൽ കുറച്ച് സമയം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് കാമാക്കിയിട്ട്, നീ നിസ്കരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ തന്നെ വളരെ കാമാക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു കേസ് ആയതുകൊണ്ട് സാറ് പറഞ്ഞെന്ന് അതേ കാര്യം ഞാൻ കോട്ട് ചെയ്തതാണ്. ആക്ച്വലി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് നേരം വളരെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ ബ്ലെസ്ഡാണ്, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ഇന്നത്തെ എൻ്റെ ദിവസം ഭയങ്കര പോസിറ്റീവായിരിക്കും, ഞാനിന്ന് നല്ലത് മാത്രമേ ചിന്തിക്കൂ, ഞാനിന്ന് വളരെ നല്ല രീതിയിൽ മാത്രമേ നടക്കൂ, ഞാൻ നന്നായിട്ട് പഠിക്കും, എനിക്കെല്ലാം പോസിറ്റീവായിട്ട് വരികയാണ് എന്ന രീതിയിൽ രാവിലെ കുറച്ച് സമയം നിങ്ങളൊന്നൊരു മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഇമ്പാക്റ്റ് അതുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ അടുത്ത് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ചെയ്താന്നുണ്ടായിരുന്നു, അത് കാണാത്ത കുട്ടികളുടെ വേണമെങ്കിൽ കണ്ടേക്ക്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈവനിങ് എല്ലാ ദിവസവും ഒരു 1 ഹവറെങ്കിലും നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ പുറത്തിറങ്ങി ഈ പ്രകൃതിയും കാറ്റും മരങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ചൊന്ന് നടക്ക്. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി സ്ട്രെസ്സ് കുറയും, നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമായി കിട്ടും. അതൊന്നും സമയം വേസ്റ്റ് ആക്കുന്ന പരിപാടിയല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റീവ് തിങ്. നിങ്ങളെല്ലാ സമയവും പഠിക്കാൻ വേണ്ടി 24 ഹവർ പുസ്തകത്തിന് മുന്നിൽ ഇരുന്നത് കൊണ്ട് ഇറ്റ് വോണ്ട് ബ്രിങ് യു റിസൾട്ട്. യു മൈ ഫെയിൽ ഇൻ ദിസ് മൈൻഡ് ഗെയിം. സോ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ചൊന്ന് ഇറങ്ങി നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക, കുറച്ച് സമയം. അത് പ്രൊഡക്റ്റീവായിരിക്കും, അത് നിങ്ങൾക്ക് റാങ്ക് ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. 4മത്തത് ഞാൻ പലതവണ പറഞ്ഞ കാര്യം തന്നെയാണ്, എപ്പോഴും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ബ്രേക്സ് എടുത്ത് പഠിക്കുക. കുറച്ച് പഠിച്ച് ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുക, എന്നിട്ട് വീണ്ടും പഠിക്കുക, എന്നിട്ട് ഗ്യാപ്പ് എടുക്കുക. അങ്ങനെ ഈ ഗ്യാപ്പുകൾ എടുത്തിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഫോക്കസ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്സ്, നിങ്ങൾക്ക് ഈ ഒരു പഠനത്തിലിടുന്ന ആ ഒരു പ്രഷർ ഇച്ചിരി കുറഞ്ഞു കിട്ടാനും സഹായിക്കും. നിങ്ങളങ്ങനെ ബ്രേക്സ് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊരു 1 or 1.5 hour പഠിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ആ ബ്രേക്കിലൊരു 5 മിനിറ്റോ 6 മിനിറ്റോ കുറച്ച് പാട്ട് കേട്ടിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ. നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ വീട്ടിലൊന്ന് ഉമ്മാൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം കിന്നാരം പറയുക, എന്നിട്ട് തിരിച്ചു വരിക. ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് കാമാവും, ഔട്ട് ഓഫ് ദി ബോക്സ് സംസാരിച്ചാൽ മതി. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾ കുറേ കാമായി കിട്ടും. നിങ്ങൾ പഠിക്കുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫോക്കസ്ഡ് പഠിക്കാനും പറ്റും. ആൻഡ് ദെൻ കുറച്ച് ഫ്രീ ആയിട്ട് പഠിക്കുക. 5മത്തെ കാര്യം, പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഉറക്കത്തെക്കുറിച്ച് വളരെ ഇലാബറേറ്റ് ആയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. പ്രോപ്പറായിട്ട് ഉറങ്ങണം. ഒരു 6 ഹവറെങ്കിലും നിങ്ങളെ സ്ലീപ്പ് ഉറപ്പ് വരുത്തണം. ഉറങ്ങാതെ പഠിച്ചതുകൊണ്ട് യു വോണ്ട് മേക്ക് എനി റിസൾട്ട്. നിങ്ങൾ കൂടുതൽ മാനസികമായ പിരിമുറുക്കങ്ങളിലേക്ക് പോകും, നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം വരും, നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ മെമ്മറിയുടെ പ്രോസസ്സിങ്ങും സ്ട്രെങ്തനിങ്ങും ഒക്കെ കുറയും. സോ പ്രോപ്പറായിട്ട് 6 ഹവർ ഉറങ്ങുക മിനിമം. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ഓൾവേസ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ഹെൽത്തി. നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ അഡിക്വേറ്റ് എമൗണ്ടിൽ ഭക്ഷണം കഴിക്കുക, അഡിക്വേറ്റ് എമൗണ്ടിൽ വെള്ളം കുടിക്കുക. നോക്കൂ, നല്ല ചൂടുകാലമാണ് വരുന്നത്. ഇപ്പോൾ തന്നെ നല്ല സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, നല്ല ഡീഹൈഡ്രേഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് വെള്ളം നിങ്ങളുടെ ടേബിളിൻ്റെ അടുത്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾ കുടിക്കൂ, അതർവൈസ് യു വോണ്ട് ഡ്രിങ്ക്. ഞാനും നിങ്ങളാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കുടിക്കും. അങ്ങനെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് പലർക്കും ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ട് അഡിക്വേറ്റ് എമൗണ്ടിൽ ഭക്ഷണം കഴിക്കുക, നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ നല്ല ഭക്ഷണം. അതേ സമയത്ത് ഓവർ ഈറ്റിങ് നമുക്ക് നമ്മുടെ പഠനത്തെ ആക്ച്വലി ബാധിക്കുക കേട്ടോ ചെയ്യുക. ഓവർ ഈറ്റ് ചെയ്യരുത്, കുറച്ച് അളവിൽ കഴിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ സ്ട്രെസ്സസ് എല്ലാം കുറഞ്ഞു കിട്ടും. ഈ മൈൻഡ് ഗെയിമിൽ നിങ്ങൾ തോറ്റു പോകത്തില്ല. നിങ്ങളുടെ നോളജ് പലപ്പോഴും നല്ലൊരു ശതമാനം കുട്ടികൾ നോളജ് ദേ ഹാവ് അഡിക്വേറ്റ് നോളജ് ബട്ട് ദേ ഫെയിൽ ഇൻ ദിസ് മൈൻഡ് ഗെയിം. ഈ ഒരു മൈൻഡ് ഗെയിമിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ചൊരു റാങ്ക്, നല്ല റാങ്കിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച എന്താ പറയുക മനോഹരമായൊരു ജീവിതം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ.